Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ കട്ട്ലൈറ്റ് ആണ്. ഈ കട്ട്ലൈറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ ബാക്കി വന്ന ചോറ് കൊണ്ടാണ്. നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഈ കട്ട്ലൈറ്റിന് രുചി ഉണ്ടാവും, ഇതെങ്ങനെ ഇങ്ങനെയാവാന്നൊക്കെ. നല്ല രുചിയുള്ള, ശരിക്കും നമ്മളൊരു വെജിറ്റബിൾ കട്ട്ലൈറ്റ് കഴിക്കില്ലേ, അതേ ടേസ്റ്റിലുള്ള ഒരു കട്ട്ലൈറ്റ് ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇറച്ചി മേടിക്കോ മീൻ മേടിക്കോ ഒന്നും മേടിക്കേണ്ട. നമ്മുടെ വീട്ടിൽ ബാക്കി വന്ന ചോറ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചോറാണ്. അപ്പോൾ ഞാനിവിടെ തലേദിവസം ബാക്കി വന്നിട്ടുള്ള ചോറ് ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ വെച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതാ 2 കപ്പോളം ഉള്ള നമ്മുടെ ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുത്തരിയാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ മട്ടരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് തരം ചോറ് അരി കൊണ്ട് നമുക്ക്, അതായത് അരി വെച്ചിട്ടുണ്ടാക്കിയ ചോറ് കൊണ്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കാൻ പറ്റും. ഞാനപ്പോൾ മട്ടരി എടുത്തിട്ടുണ്ട് 2 കപ്പ്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ നല്ലതുപോലെ ഇതൊന്ന് എന്താ പറയുക അരച്ചെടുക്കണം. ഒത്തിരി അങ്ങ് അരയണ്ട, ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കറക്കിയെടുത്താൽ മതി. ഒരു 30 സെക്കൻഡോളം നമുക്കൊന്ന് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. കാരണം ഇപ്പോൾ ചില ആൾക്കാരുടെ ചോറിന് വേവൊക്കെ കറക്റ്റ് ആയിരിക്കും. വേവൊക്കെ ഇച്ചിരി കുറച്ച് എന്താ പറയുക കുഴഞ്ഞിരിക്കുന്ന വേവാണെങ്കിൽ നമുക്ക് കൈകൊണ്ടൊന്ന് ഉടച്ചാൽ മതി. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒത്തിരി അങ്ങനെ കൈകൊണ്ട് ഉടയുന്ന തരത്തിലുള്ള ചോറല്ല. അപ്പോൾ അതുകൊണ്ട് മിക്സിയിൽ ഒരു 30 സെക്കൻഡോളം ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. പിന്നെ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാതെ അടിക്കണം. നമുക്കിത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഈ ചോറ് ഈ ഒരു ബൗളിനകത്തോട്ട് ഒന്ന് മാറ്റിയെടുത്തിട്ട് വരാം. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഞാനിങ്ങനെ ഉരുളയാക്കി കയ്യിലെടുക്കുമ്പോൾ കയ്യിൽ ഒത്തിരി ഒന്ന് ഒട്ടി പിടിക്കാൻ പാടില്ല. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു പരുവം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇതിൻ്റെ കൂടെ ഇച്ചിരി കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വേണം. അപ്പോൾ അത് ആദ്യം ഇതിലേക്ക് ഇടാനുള്ള ഒരു മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈങ് പാൻ ചൂടായിട്ട് വരുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളമുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ രണ്ടും കൂടെ ചേർത്ത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. മൂപ്പിച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് കരിച്ചെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് അതിൻ്റെ അതിൻ്റെ ഒരു മണം ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു മിനിറ്റോളം എടുത്തൊന്ന് വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പില, ഇപ്പം ഞങ്ങളുടെ വീട്ടിലിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത് കേട്ടോ. ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി പച്ചക്കറികളൊക്കെ ചേർക്കാനുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം. ഞാനിവിടെ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, സവോള എടുത്തിട്ടുണ്ട്, ഒരു 2 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാബേജ് ഇഷ്ടമാണെങ്കിൽ ക്യാബേജ് ചേർക്കാം, ബീട്രൂട്ട് ചേർക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടപ്പെട്ട, ഇപ്പം ക്യാപ്സിക്കം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ക്യാപ്സിക്കം ചേർക്കാം. അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഞാനപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിതൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. അത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ 1 മിനിറ്റോളം നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് മീഡിയം ഹൈ ഫ്ലെയിമിൽ ഞാനൊരു 5 മിനിറ്റോളം എടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട, നമുക്ക് ഇച്ചിരി കടിക്കാനൊക്കെ കിട്ടണം. അതാണ് കട്ട്ലേറ്റിനൊക്കെ ഇച്ചിരി രസമുള്ളത്. കാരണം നമ്മളിനി ഇത് വറുത്തെടുക്കുന്നതാണ് എണ്ണയിൽ. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു 5 മിനിറ്റോളം ഇളക്കി നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഈ ഒരു വേവാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളമുള്ള കശ്മീരി ചില്ലി പൗഡർ, പിന്നെ ചേർക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണോളമുള്ള ഗരം മസാല. പിന്നെ നിങ്ങൾക്ക് പെപ്പർ പൗഡർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ചേർക്കാം. ഞാനിവിടെ ഓൾറെഡി പച്ചമുളക് ചേർത്തതുകൊണ്ടും പിന്നെ മുളക് പൊടി കിട്ടതുകൊണ്ടും ഞാൻ അതിങ്ങനെ പെപ്പർ പൗഡർ ഇടുന്നില്ല. ഇഷ്ടമാണെങ്കിൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് 1 മിനിറ്റും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു അര സ്ലൈസ് ആയിട്ടുള്ള നാരങ്ങയുടെ നീര് ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അത് അര മുഴുവൻ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ, അര ഒന്ന് പിഴിഞ്ഞേ ഉള്ളൂ. ഇത് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോളം നാരങ്ങ നീര് കാണും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് പുളി ആ ഒരു ടേസ്റ്റ് വരാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ആ ഒരു ചെറിയൊരു പുളിയൊക്കെ വന്നാലാണ് ഒരു വെജിറ്റബിൾ ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റിന് രസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു വെജിറ്റബിളൊക്കെ റെഡിയായി വന്നിട്ട് ഇതുപോലെ കണ്ടോ, വിട്ട് കെടുക്കുന്നുണ്ട്, അതിങ്ങനെ ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കുന്നില്ല. ഇനി ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മസാല നമ്മൾ ഈ ഒരു അരച്ച് വെച്ചിരിക്കുന്ന ചോറിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വളരെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വീട്ടിൽ പെട്ടെന്ന് വിരുന്നുകാർ വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാക്കി വന്ന ചോറോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചോറ് വെച്ച് നമുക്ക് ഇതുപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന ആൾക്കാർക്ക് അറിയില്ല അത് എന്ത് കട്ട്ലേറ്റ് ആണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇറച്ചിയില്ല മീനില്ല എന്ന് ഓർത്തുകൊണ്ട് ആരും ഇനി വിഷമിക്കേണ്ട. ഇതുപോലെ നമുക്ക് എന്നും ഇനി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഒരു കാര്യം കൂടെ ചേർത്തില്ല. നമ്മൾ ഇനി ചേർക്കുന്നത് പുഴുങ്ങിയിട്ടുള്ള ഞാനിവിടെ ഒരു വലിയ സൈസിലുള്ള ഒരു ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 or 3 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു വലിയതായിട്ട് എടുത്തത് കൊണ്ടാണ് ജസ്റ്റ് ഒരെണ്ണം എടുത്തത്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒപ്പം ഞാൻ ഇച്ചിരി മല്ലിയിലും കൂടെ ഞാനൊന്ന് ഇട്ടിട്ടുണ്ട്. ഈ കട്ട്ലേറ്റിനൊക്കെ നമ്മൾ മല്ലിയില ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഈ ഒരു മിക്സിനകത്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സ്വാദാണ് കേട്ടോ. നമ്മൾ കറിവേപ്പിലിടുമ്പോൾ അതിന് വേറൊരു സ്വാദാണ്. അതേപോലെ തന്നെ ഒരു സ്വാദാണ് ഈ മല്ലിയില നമ്മൾ ചെറുതായിട്ട് നുറുക്കിയിടുമ്പോൾ. അതിനിപ്പോൾ നിങ്ങൾ എന്ത് മീറ്റ് കട്ട്ലറ്റ് ആയാലും അല്ലെങ്കിൽ ഫിഷ് കട്ട്ലറ്റ് ആയാലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതും കൂടെ ഇച്ചിരി ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. അത്രയും ചേർത്തിട്ട് നമ്മളതൊന്ന് മസാല ഉണ്ടാക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതെല്ലാം കൂടെ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ഇച്ചിരി കുറവാണ് അല്ലെങ്കിൽ പുളി ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിന് നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഉപ്പ് ചേർക്കാം. അതുപോലെ പുളിക്ക് ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുനാരങ്ങ നീരിൻ്റെ കുറച്ചും കൂടെ നമുക്ക് നീരൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ കൂട്ട് ഇവിടെ റെഡിയാണ്. നമ്മുടെ കട്ട്ലറ്റ് നിമിഷം നേരം കൊണ്ടാണ് കട്ട്ലറ്റിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇനി നമുക്കിത് ചെറിയ റോളുകളാക്കി മാറ്റി വയ്ക്കാം. റോളുകളാക്കി പരത്തി മാറ്റി വയ്ക്കാം. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് കട്ട്ലറ്റ് കയ്യിലെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു കൂട്ട് കയ്യിലെടുക്കുമ്പോൾ ചിലപ്പോൾ കയ്യിലൊട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ചോറായതുകൊണ്ട്. അപ്പോൾ നമുക്കതിന് വേറെ ഒന്നും ചെയ്യേണ്ട. കൈ ഒന്ന് നല്ലതുപോലെ ഒന്ന് നനച്ചിട്ട് നമ്മളിതുപോലെ റോളാക്കി ഒന്ന് പരത്തി റൗണ്ട് ഷേപ്പിലൊക്കെ ഒന്ന് പരത്തി എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ അത് കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ കയ്യിൽ എണ്ണയൊന്നും തൂക്കേണ്ട കാര്യമില്ല, ഇച്ചിരി വെള്ളം ഒന്ന് തൂത്താൽ മതി. അപ്പോൾ ഞാനിനി ഇത് എല്ലാം ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ കുറച്ച് ആദ്യത്തെ ഒരു ബാച്ചിനുള്ള ഈ ഒരു കട്ട്ലറ്റ് ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്. സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കി നമ്മൾ പരത്തുന്നത് പോലെ തന്നെയാണ് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വറുക്കാനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എല്ലാം സാധാരണ പോലെയാണ്. ഞാൻ ഇച്ചിരി ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. നമ്മൾ പല വീഡിയോകളിലൊക്കെ നമ്മൾ ബ്രെഡ് സ്നാക്ക് ഐറ്റംസ് ഒക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ അരു ഞാൻ കളയാറുണ്ട്, അതിൻ്റെ ഒരു ക്രസ്റ്റ്. അപ്പോൾ ആ അരു കളഞ്ഞിട്ടുള്ള അരു അല്ലെങ്കിൽ അത് മുറിച്ച് മാറ്റിയിട്ടുള്ള അരി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ് അത്. പിന്നെ ഞാൻ 2 മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 2 നമുക്ക് വേണം. നമുക്കറിയാം കട്ട്ലേറ്റ് എപ്പോഴും നമ്മൾ ആദ്യം മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ആ ഒരു ബ്രെഡ് ക്രംസിൽ ഒന്ന് പരട്ടിയിട്ട് എന്താ പറയുക പുരട്ടിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ കട്ട്ലേറ്റ് ഒന്ന് ഈ ഒരു മുട്ട നല്ലതുപോലെ മുട്ട അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിനിങ്ങനെ ചെറുതായിട്ട് വാല് പോലെയൊക്കെ വരും. എന്നിട്ട് ആ മുക്കിയ മുട്ട നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസിനകത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഇത് വളരെ സിമ്പിളാണ് ഈ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ. എപ്പോഴും ഒരു ഗോൾഡൻ കളറായിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ നോക്കുക. അത് വളരെ ഈസിയാണ്. നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ നല്ലതുപോലെ ഒന്ന് ഈ പറഞ്ഞ പോലെ നല്ലതുപോലെ ഒന്ന് വറുത്തിട്ടൊക്കെ റോസ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ പൊടിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോപ്പറായിട്ടുള്ള നല്ല ഗോൾഡിഷ് കളറായിട്ടുള്ള ബ്രെഡ് ക്രംസ് കിട്ടും. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് ബ്രെഡ് ക്രംസ് എന്ന് പറയുമ്പോൾ വൈറ്റ് കളർ എന്നാണ്. പക്ഷേ വൈറ്റ് കളർ അല്ലാതെ നമുക്ക് ഒരു കൊച്ചു സൂത്രമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗോൾഡൻ ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് കിട്ടും. കാണാനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും സ്നാക്ക് ഐറ്റംസ്. അപ്പോൾ എന്തായാലും ഞാൻ പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു കട്ട്ലേറ്റിൻ്റെ കൂട്ട് ഇതുപോലെയൊക്കെ ഒന്ന് നമ്മുടെ മുട്ടയ്ക്കകത്ത് മുക്കി ബ്രെഡ് ക്രംസിനകത്ത് മുക്കി ഒന്ന് എണ്ണയിലിട്ടിട്ട് വരാം.
അപ്പോൾ അതാ നമുക്കൊരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിന് ഒത്തിരി വേവിൻ്റെ കാര്യം ആവശ്യമില്ല. കാരണം നമ്മളിതെല്ലാം വെന്ത കാര്യങ്ങളാണ് നമ്മളിതൊക്കെ മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം ഒന്നും ഇടേണ്ട കാര്യമില്ല. പിന്നെ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, തീ നല്ലതുപോലെ കൂട്ടി വെച്ചിട്ട് ഇടുക. നമ്മൾ അടുത്ത് തന്നെ വേണം. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഇതിൻ്റെ ഒരു കളർ കണ്ടോ, നല്ല ഭംഗിയുള്ള നല്ലൊരു ഗോൾഡിഷ് കളറായിട്ട് വരുന്നത് വരെ നമുക്ക് ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എന്തായാലും കട്ട്ലേറ്റ് ഇവിടെ റെഡിയാണ്. ഇതാ നിങ്ങൾക്ക് കാണുന്നില്ല, ഒത്തിരി ഞാൻ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കട്ട്ലേറ്റ്, നമ്മുടെ റൈസ് കട്ട്ലേറ്റ്. ബാക്കി വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കിയ കട്ട്ലേറ്റ് ആണെന്ന് പറയത്തേയില്ല, അത്രയും നല്ല സ്വാദുള്ള കട്ട്ലേറ്റ് ആണ്. നമുക്ക് എന്തായാലും ഇതെല്ലാം ഒന്ന് വറുത്ത് കോരിയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ചില ആൾക്കാർക്ക് നല്ലതുപോലെ ഷേപ്പിൽ ഉണ്ടാക്കാനൊക്കെ അറിയാം കേട്ടോ, കയ്യിലൊക്കെ വെച്ചിട്ട്. ഞാൻ പക്ഷേ ഇങ്ങനെ കുറച്ചൊക്കെ ഒരു ഇങ്ങോട്ടൊക്കെ ഷേപ്പിനൊക്കെ ഒരു മാറ്റമുണ്ട്. എങ്കിൽ പോലും ഇതിൻ്റെ സ്വാദിനൊരു മാറ്റമില്ല. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കട്ട്ലേറ്റും കൂടെ ഞാനിതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുത്തിട്ട് വരാം. ഈ ഒരു കട്ട്ലേറ്റ് നമുക്ക് എന്നും വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ചോറിൻ്റെ കൂടെ ഇത് മാത്രം കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ചോറ് കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു 2-3 കട്ട്ലേറ്റ് നല്ലതുപോലെ ഒന്ന് ഒരു കെച്ചപ്പ് സോസിനകത്ത്, ടൊമാറ്റോ സോസിനകത്ത് മുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്വാദോടുകൂടെ കഴിക്കും. നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് മുട്ടയൊക്കെ പൊരിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ മുട്ട പൊരിച്ച് കൊടുക്കുന്നതിനേക്കാളും ഞാൻ പറയുക കുറച്ചും കൂടെ നല്ലത് ഇത് കൊടുക്കുന്നതാണ്. കാരണം ഇതിനകത്ത് ഒത്തിരി പച്ചക്കറികൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ മടിയുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അറിയത്ത് പോലുമില്ല ഇതിനകത്ത് പച്ചക്കറികൾ ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത പച്ചക്കറികളാണ് ഇതിനകത്ത് ഉള്ളതെന്ന്. അപ്പം ഞാനിവിടെ എൻ്റെ മോൾക്ക് ഇതുപോലെ ഈ പീസൊന്നും കഴിക്കാൻ ഇഷ്ടമില്ല, ഗ്രീൻ പീസ് കഴിക്കാൻ ഇഷ്ടമില്ല. അവൾ അതിനകത്ത് ക്യാരറ്റ് കഴിക്കത്തില്ല. അപ്പോൾ അത് നമ്മൾ ഒരു തോരനൊക്കെ ആയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ ഒട്ടും തന്നെ കഴിക്കില്ല. അപ്പം ഞാനെപ്പോഴും ചെയ്യുക ഇതുപോലെ, നമ്മുടെ വീട്ടിലെ എങ്ങനെയെങ്കിലൊക്കെ കണക്കുകളൊക്കെ തെറ്റിച്ചിട്ട് ചോറൊക്കെ ബാക്കി വരും. ഒത്തിരി അല്ല, നമുക്ക് ഒരു 1/2 കപ്പ് ചോറാണെങ്കിലും മതി. നമുക്ക് ഇതുപോലത്തെ നല്ല സ്വാദുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ കുഞ്ഞുങ്ങൾ കഴിക്കാത്ത കട്ട്ലേറ്റുകളൊക്കെ, ഇപ്പോൾ നമുക്ക് കോളിഫ്ലവറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ കോളിഫ്ലവർ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ മസാലയൊക്കെ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അതും നല്ല സ്വാദാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം. അതുകൊണ്ട് ഞാൻ പറയുക, കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ പറയുക. ഇനി കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കാർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് കറികൾ വലിയ കഷ്ടപ്പെട്ട് കറികളൊക്കെ വെക്കാൻ മടിയുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ പറ്റിയൊരു ഡിഷാണ്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള ഒരു റെസിപ്പിയാണ്. കാരണം ഇത് ഈസിയാണ് ഉണ്ടാക്കാൻ, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കുമാണ് ഇത് ഒത്തിരി വലിയൊരു പ്രോസസ്സാണെന്ന് തോന്നുക. ഇത് വളരെ ചെറിയ പ്രോസസ്സാണ്. നമ്മൾ മിക്സിയിൽ ഇച്ചിരി നമ്മൾ ചോറടിച്ചെടുക്കുക, ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് ചെറുതായി നമുക്ക് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും. കാരണം ഇത് ഒത്തിരി ഒന്ന് വെന്തുടഞ്ഞ് പോകണ്ടല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതാ നോക്കിക്കോ, ഞാൻ അതൊന്ന് തുറന്ന് കാണിക്കുകയാണ് എങ്ങനെയാണ് കട്ട്ലേറ്റിൻ്റെ അകം എന്നുള്ളത്. നല്ല സ്വാദാണ് ഇതിനകത്തുള്ള ആ ഒരു, എന്താ പറയുക, ശരിക്കും നമ്മളൊരു ബീഫ് കട്ട്ലേറ്റ് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന അതേ ക്രിസ്പിനെസ്സും അതുപോലെ അതിൻ്റെ ഉള്ളാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു കട്ട്ലേറ്റിൻ്റെ സ്പെഷ്യാലിറ്റി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.